ഇത് എൻ്റെ വീടാണ്. ഇത് ഫാന്, പിന്നെ ഈ ലൈറ്റ് ഒരു ഫുള്ള് മൈനസ് വെച്ച ഫ്രിഡ്ജ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായില്ല. തന്നെ ആകെ ഉള്ളത് ഈ ഉള്ളിയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഇതാണ് ആകെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെയാണുള്ളത്. ഇതൊക്കെയാണുള്ളത്. പിന്നെ ഇതാണ് ഈ ഫാനൊന്നും ആകെ ഒരു ഫാനേ വേണ്ടുള്ളൂ, ഒരാളല്ലേ താമസിക്കുന്നത്. ഇതാണ് നിൽക്കട്ടെ, ഇതൊരു ഫാൻ. ഇതാണ് റൂമിൻ്റെ ഉള്ളുകൾ. കണ്ട, ഇത് റൂമിൻ്റെ ഇത് വീടിൻ്റെ ബാക്ക് ഭാഗം. ഇത് അടുത്ത റൂം. കായൽ ഇതാണ്ട് ഫുൾ റൗണ്ട് ചെയ്ത് കാണിക്കുക. അതാണ്ട് ഇങ്ങനെ കായല്, ഇതൊക്കെ ആയില്ലേ നിൽക്കുക. അടുത്ത കാണിച്ചാൽ റൂമിൻ്റെ വീടിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗം. ഇതാണ്ട ഇതൊക്കെ ആയില്ലേ. ഇനി കാണിക്കാം അടുത്തത്. സമാധാനത്തിൽ കണ്ടാലും അറിയാമല്ലോ. കാണിച്ചു തരാം. ഇത് KSL കറണ്ട് ബില്ലാണ് കേട്ടോ. ഇത് കണ്ട KSL. $1026. അപ്പോൾ പറയാനുള്ളത്, $1026 കറണ്ട് ബില്ല് വന്നില്ലേ. ഞാൻ കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 8 മണി മുതൽ 10 മണിൻ്റെ ഇടയിലാണ് വരിക. അപ്പോൾ ഊണ് കഴിക്കലും അത് കഴിഞ്ഞാൽ കിടക്കൽ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കഷ്ടി, 15 മിനിറ്റ് മതി, അല്ലെങ്കിൽ 20 മിനിറ്റ് മതി കഷ്ടി. അപ്പോൾ ആകെ ഇടുന്നത് 2-3 ബൾബ്, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ 4 ഭാഗത്ത് 4 ബൾബ് തന്നെ ഇടുകയുള്ളൂ. ഒരു ഫ്രിഡ്ജ് മൈനസ് ആക്കി വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായില്ല. ഫുൾ മൈനസ് ആക്കി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് അതിൽ ഓടുന്ന കണ്ടില്ല, മീറ്റർ ഒന്നും ഓടില്ല. അപ്പോൾ ഫാനിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് 1 മാസം വെറുതെ ഒരു ചെറിയ സ്പീഡിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാം. വേറെ നിലത്ത് കിടക്കാമല്ലോ സമാനത്തിൽ, പുറത്തല്ല പാടില്ല. കറണ്ട് ബില്ല് 1200. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവൺമെൻറ് ആദ്യമൊക്കെ ഇത് കറണ്ട് ബില്ല് തരുമ്പോൾ 120-130 രൂപയായിരുന്നു ഈ കറണ്ട് ബില്ല്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടല്ലോ, 10-25 കൊല്ലത്തെ പഴക്കമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അത് 200 220. അന്നും ഈ ഫ്രിഡ്ജിൻ്റെ പഴക്കം കണ്ടില്ല, എത്രയും പഴക്കമുള്ളത്. അതുപോയി 300 370, 420-400 ആയി. കഴിഞ്ഞതിൻ്റെ 2 മാസം മുന്നേ 550-600 ആയിരുന്നു. ഇപ്പോൾ പോയിട്ട് 1026 രൂപയായി. അപ്പോൾ ഒരു LED ബൾബ് ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ കമ്മിയാകുകയല്ലേ വേണ്ടത്. LED ആണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ച് തോണ്ടിട്ടതാണ് LED. അപ്പോൾ LED ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എത്രയോ വോൾട്ടേജ് കമ്മിയാണ്, 10% കറണ്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറണ്ട് ബില്ല് കൂടുക വേണ്ട, കമ്മിയാകുക വേണ്ട. അപ്പോൾ നമ്മുടെ നാട് ഭരിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിലാക്കി വെച്ചിട്ട് കുറച്ച് ഗവൺമെൻറ് ജീവനക്കാരുടെ കുടുംബം മാത്രം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഇതൊക്കെ ചെയ്യണത്. ഇപ്പോൾ പിടിച്ചു പറിയോ മോഷണമോ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൊണ്ട് കേസ് കൊടുത്താൽ കേസ് എടുക്കും, പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എടുക്കും. ഇത് ആരുടെയും കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റും, ഇതിനെതിരെ ആരുടെയും പറയാൻ പറ്റും. ഈ ബില്ല് കാണിച്ചിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കെതിരെ കേസ് എടുക്കും.
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഞാൻ ബില്ലും കൊണ്ട് പോയിട്ട് ഞങ്ങൾ കറണ്ട് ഉപയോഗിച്ചില്ല പറഞ്ഞാൽ ഇതെന്ത് പറയുന്നതന്നെ നീ ചിലപ്പോൾ തിന്നുകയായിരിക്കും എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ പൊട്ടനാക്കി. സാധാരണക്കാരൻ പോയി ചോദിച്ചാൽ നിങ്ങൾ തിന്നുണ്ടാവും, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താ ഇവിടെ ഉപയോഗിക്കണം ഈ വീട്ടിൻ്റെ ഉള്ളിൽ? ആകെ ഒരാളുണ്ട്, വരുന്നതേ രാത്രി 9 മണി 10 മണിയാകും, 15 മിനിറ്റ് 20 മിനിറ്റ് ഈ ഊണ് കഴിക്കേണ്ട ഗ്യാപ്പിൽ ബൾബുകൾ ഇടും, അല്ലെ പാമ്പുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ കിട്ടുമ്പോണ്ട്. അത് കഴിഞ്ഞ് കിടന്നുറങ്ങാനല്ലോ. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞ് നമ്മുടെ തോളിന് പോകണം. ആകെ ഉള്ളു ഒരു ഫ്രിഡ്ജ്, അത് വെറുതെ മൈനസാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഉണ്ടായില്ല എപ്പോഴും. എന്തെങ്കിലും ഇന്ന് മേടിച്ച് പച്ചക്കറി നാളെ കാലത്ത് എടുക്കാനുള്ള സംവിധാനത്തിൽ അതിൽ വെക്കണത് അത് ഫുള്ള് മൈനസാക്കിയിട്ട് അത് മീറ്റർ ഓടുമ്പോൾ കാണില്ല. അതിനാണ് മീറ്റർ ഓട് കൂടി കാണിച്ചത്. എന്നാലും ഇത് അറിയുള്ളൂ, ഇപ്പോൾ കാണുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഈ വേനൽക്കാലത്ത് മാത്രം ഒരു പോയിൻ്റ് ഫാനിട്ട് വയ്ക്കും വെറുതെ. അപ്പോഴാണ് ഈ 1000 ചില്ലറ റുപ്യ വരുന്നത്. ഇപ്പം നമ്മുടെ നാട് ഭരിച്ച് കൂട്ടിച്ചോറാക്കുക എന്നല്ലാണ്ട് ഒരു ഉപകാരമില്ല. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ് ഇലക്ട്രിസിറ്റി. എൻ്റെ അറിവ് പ്രകാരം തമിഴ്നാടും പ്രൈവറ്റാണ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ്. നിങ്ങൾ അറിയുന്ന കമ്പനികളാണ് ടാറ്റ, അദാനി, ബിർള, അതേപോലത്തെ വലിയ കുത്തക കമ്പനിക്കാർ. വളരെ തുച്ഛം. നമ്മൾ 1000 റുപ്യ അടിക്കണം, 100 രൂപ പോലും അടിക്കാമെന്നാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകുന്നത്. എൻ്റെ അറിവിൽ ഞാനും ഗൂഗിളിലും യൂട്യൂബിലും നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ KSEBിനെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു 5 10 കമ്പനികളോട് വന്നു കഴിഞ്ഞാൽ അവർ കോമ്പറ്റീഷൻ മാതൃകയിൽ ഇപ്പോൾ നമ്മുടെ TV റീചാർജൊക്കെ പോലെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ആരാണ്, നല്ല വില കമ്മിയിൽ ആരോ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ എടുത്താൽ മതിയല്ലോ നല്ല ഓഫറിൽ. BSNലിനെ പോലും കൂട്ടിക്കാൻ സാധിച്ചല്ലോ റിലയൻസിന്. അപ്പോൾ അത്രയും നമുക്ക് സെൻസസായി നല്ല ഡീസൻ്റായിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റിയ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് KSEBിനെ പ്രൈവറ്റ് ആക്കണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ജീവനക്കാരൻ്റെ കുടുംബത്തിന് മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. കോടിക്കണക്കിന് പിച്ചക്കാരും നമ്മളെ മേലുള്ള നിരപരാധികളും പാവങ്ങളും പണിയെടുക്കുന്നതൊക്കെ ഒരു 100 കണക്കിന് ആൾക്കാരുടെ കുടുംബത്തേക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ കൂലിപ്പണി, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസത്തിൽ 1 ദിവസം 3 ദിവസം പണി ഉണ്ടാവുകയുള്ളൂ. ഇത്രയും മാസത്തിൽ ചെറിയ ജീവിതം നയിച്ചു പോകണം. അതിനാണ് വീടടക്കം കാണിച്ചു തന്നത്. ഇതുപോലത്തെ എൻ്റെ വീട് ഇതിനേക്കാളും മോശമുള്ള വീടുകളാണ് നമ്മുടെ ഈ കേരളത്തിൽ 60%. ഗവൺമെൻറ് ജോലിയോ വിദേശത്ത് ജോലി ഇല്ലാത്തവൻ്റെ മുഴുവൻ വീടുകളും കൂലിപ്പണിക്ക് പോകണവൻ്റെ വീട് നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിനേക്കാളും മോശമായിരിക്കും. ഇവരുടെയൊക്കെ അവസ്ഥ നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ബില്ല് 100 രൂപ അടച്ചപ്പോൾ ഇപ്പോൾ 1000 രൂപ. എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് അറിയാൻ വേണ്ടിയിട്ട്. ഇത് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ അടയ്ക്കുമെന്നാണ് അറിയാം. ഇത് അടച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് ഊരിയിട്ട് പോകും. 1000 നിയമം, സിവിൽ കേസ്, 6 പോലത്തെ നിയമങ്ങളും വന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് KSEBിക്കെതിരോ ജനങ്ങൾക്കെതിരോ ഗവൺമെൻറ്റിനോ എതിരല്ല. നമ്മൾ നല്ല ചിന്തയോട് കൂടിയിട്ട് ഇനി ഇത് പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുത്ത് കേരളത്തിലെ സാധാരണക്കാരനെ രക്ഷപ്പെടുത്തുക. ഇത് പണമുള്ളവനിക്ക് ഇപ്പോൾ 1000 രൂപ അങ്ങോട്ട് കൊടുക്കുന്നത് വിഷയമല്ല. അവൻ എന്താണ് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവനാണ്. നമ്മൾ ഒരു മാസത്തിൽ 2000 3000 രൂപ കിട്ടാണ്ട് മട്ടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പണിയുണ്ടായില്ല കൂലിപ്പണിക്കാരന്. അവൻ്റെ സ്വന്തം കാര്യം പോലും നടക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് സമാധാനത്തിൽ അറിഞ്ഞത്. ഇപ്പോൾ ആവേശം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് 100 രൂപ കറണ്ട് ബില്ല് അടച്ച ആൾ 1700 രൂപ. അന്ന് വീടിൻ്റെ എല്ലാ ഭാഗത്തും ലൈറ്റും കാര്യങ്ങളും ഇട്ട് കാലത്ത് 5 മണി മുതൽ വൈകുന്നേരം 5 മണി മുതൽ 9:30 വരെ നമ്മൾ ലൈറ്റും ബൾബ് ഇട്ടിട്ട് 100 രൂപ കറണ്ട് ബില്ല് വരിക. ഇപ്പം നമ്മൾ വരുന്നത് തന്നെ രാത്രി 9 മണിക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങണം. നേരം വെളുത്താൽ പോകണം. പിന്നെ ആകെ അരമണിക്കൂർ കറണ്ട് കിട്ടുന്നതിനാണ് 1700 രൂപ. അപ്പോൾ ഇതാ ഞമ്മത് KSEB പറഞ്ഞിട്ടും കാര്യമില്ല, സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. നമസ്കാരം. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ.